ശ്രീ തേക്കിൻകാട് ജോസഫ് സാഹിത്യത്തിലും ജേർണലിസത്തിലും പ്രശസ്തനായ വ്യക്തിത്വം. കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, മുൻ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജൂറി മെമ്പർ. 2016 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച ബാലനോവലിനുള്ള അവാർഡ് ലഭിച്ച സൂപ്പർ ബോയ് രാമു അടക്കം നിരവധി ബാലസാഹിത്യ കൃതികളുടെ രചയിതാവ്. 25 വർഷങ്ങളായി കോട്ടയം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ഡയറക്ടർ. ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ചിത്രദർശന ഫിലിം സൊസൈറ്റി പ്രസിഡന്റ്. മുൻ സെൻസർ ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ തേക്കിൻകാട് ജോസഫ് സമഗ്ര ശ്രേഷ്ഠരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. സുജാത എം നാഷണൽ സർവീസ് മീറ്റ് ഷോട്ട് പുട്ടിൽ 6 പ്രാവശ്യം ജേതാവ്. ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈജമ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടി. നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനു വേണ്ടി 3 പ്രാവശ്യം പങ്കെടുത്ത് റണ്ണേഴ്സ് അപ്പ്. കേരള സീനിയർ വുമൺ ടീം ക്യാപ്റ്റൻ. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സിനു വേണ്ടി 2004 ദുബായിൽ. ഇന്ത്യയ്ക്ക് അഭിമാനമായ സുജാത എം സമഗ്രരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. KC കരുണാകരൻ പേരാമ്പ്ര. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന കാലത്തും കലാരംഗത്ത് സജീവം. തന്റെ ഘനഗാംഭീരമായ ശബ്ദത്തിൽ നാടകലോകം ഇളക്കിമറിച്ച പ്രതിഭ. നിരവധി സിനിമകളിൽ ശക്തമായ കഥാപാത്രം. ഒറ്റയാൾ നാടകത്തിലൂടെ ഇന്ന് സ്വദേശത്തും വിദേശത്തും സജീവം. MT എഴുത്തിന്റെ ആത്മാവ് എന്ന നാടകത്തിൽ MT ആയി അഭിനയിച്ച് ഇന്ന് നാടകലോകത്ത് തിളങ്ങി നിൽക്കുന്ന KC കരുണാകരൻ പേരാമ്പ്ര സമഗ്രരത്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ശ്രീജിത്ത് മടവൂർ. തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. ചെറുപ്പകാലം മുതൽ നാടകരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ നടൻ. നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷം. കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ഇംഗ്ലീഷ് സ്കിറ്റ് ഡയറക്ടർ ശ്രീജിത്ത് മടവൂർ സമഗ്രരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. മനോജ് പരാശക്തി. രചനയുടെ ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച എഴുത്തുകാരൻ. ശക്തമായ തന്റെ എഴുത്തിനൊപ്പം സംവിധാനവും. നിരവധി ഷോർട്ട് ഫിലിമുകൾ സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ഇന്നും എഴുത്തിലും സംവിധാനത്തിലും സാംസ്കാരിക രംഗത്തും സജീവമായി നിൽക്കുന്ന മനോജ് പരാശക്തി സമഗ്രരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. സോണിയ കെ. അകാലത്തിൽ മകനെ നഷ്ടമായ ഒരമ്മയുടെ ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ മകനെ നിനക്കായി എന്ന കവിതാ സമാഹാരം ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടി. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ നോ ഡേ നോ ടു ഡ്രഗ്, നിർഭയ തുടങ്ങിയവയ്ക്ക് രചനയും നിർമ്മാണവും നിർവഹിച്ചു. കലാ സാംസ്കാരിക രംഗത്ത് സജീവം. കാനറ ബാങ്ക് സ്റ്റാഫ് കൂടിയായ സോണിയ കെ സമഗ്രരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. സുനിൽ വീരവഞ്ചേരി. 1993 മുതൽ അധ്യാപകൻ. 2021 മുതൽ 2024 വരെ ഡെപ്യൂട്ടേഷനിൽ അധ്യാപക പരിശീലകൻ. ചെറുപ്പകാലം മുതൽ നാടകരംഗത്ത് സജീവം. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ അതുല്യ പ്രകടനം. സീരിയൽ രംഗത്തും സിനിമകളിലും നിരവധി പ്രധാന വേഷങ്ങൾ. വിവിധ മേഖലകളിൽ തന്റേതായ സേവനം നടത്തുന്ന സുനിൽ വീരവഞ്ചേരി സമഗ്രരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. അമിത ജോഷ്മ കർണാടക. ബിസിനസ് രംഗത്ത് തന്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വനിതാ പ്രതിഭ. ഒപ്പം സാമൂഹിക ക്ഷേമ പ്രവർത്തന രംഗത്ത് തന്റേതായ സഹായങ്ങൾ നൽകി വരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും വേണ്ടി പോരാടുന്ന ധീര വനിത. വിവിധ മേഖലകളിൽ ഇതിനോടകം തന്നെ അംഗീകാരങ്ങൾ അനവധി. അമിത ജോഷ്മ കർണാടക സമഗ്രരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ഡോക്ടർ ഷിഹാൻ KK അഹമ്മദ്. കരാട്ടെ രംഗത്ത് ശ്വാസവും ആത്മനിയന്ത്രണവും പകർന്നു നൽകിയ ഗുരു. ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് കൈത്താങ്ങായ സഹായി. കലാരംഗത്തും ആരോഗ്യരംഗത്തും ഒരുപോലെ സജീവം. സാമൂഹിക ജീവിതത്തിനായി ജീവിതം സമർപ്പിച്ച മനുഷ്യസ്നേഹി. നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ.
ഡോക്ടർ ഷിഹാൻ കെ അഹമ്മദ് സമഗ്ര രത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ഡോക്ടർ റോഷിൻ ചർമ്മ അലർജി ചികിത്സയിൽ വിദഗ്ധനായി അറിയപ്പെടുന്നു. ആരോഗ്യരംഗത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര പരിചരണം നൽകുന്ന ഡോക്ടറാണ് റോഷിൻ. രോഗിയെ രോഗമായി മാത്രം കാണുന്ന മനുഷ്യത്വപരമായ സ്നേഹവും സേവനവും സമീപനവും കരുതലുമാണ് റോഷിന്റെ ചികിത്സയുടെ ശക്തി. വർഷങ്ങളായി ആരോഗ്യ സെമിനാറുകൾ നടത്തിവരുന്ന ഡോക്ടർ റോഷിൻ ആരോഗ്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. വിജയ ശ്രീധർ കർണാടക ഷിഫ ക്ലിനിക്കിലൂടെ വർഷങ്ങളായി ആരോഗ്യ സംരക്ഷണത്തെ ഒരു സേവനമാക്കി മാറ്റിയ വ്യക്തിത്വം. ചികിത്സയുടെ അടിസ്ഥാനമായി ലളിതവും മൃദു സമീപനവും കരുതലും വിശ്വാസവും. സമൂഹത്തിൽ ആരോഗ്യബോധം വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വിജയ ശ്രീധർ കർണാടക ആരോഗ്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. മധുസൂദന പണിക്കർ ജ്യോതിഷ രംഗത്തും ആത്മീയ രംഗത്തും തലമുറകൾ കൈമാറി വന്ന നാഡീ ജ്യോതിഷത്തിലൂടെ ഇന്ന് ലോകപ്രശസ്തൻ. പ്രവചിച്ചതെല്ലാം സത്യമായി സൂര്യപ്രഭയോടെ ജ്യോതിഷരംഗത്ത് പ്രകാശിക്കുന്ന മധുസൂദന പണിക്കർ ജ്യോതിഷരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ശ്രീനിവാസൻ ഇടമന കേരള നദീ സംസ്കരണ സമിതി മുൻ സെക്രട്ടറി എറണാകുളം. മെമ്പർ പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആലുവ. സ്വന്തം കാര്യങ്ങളെക്കാൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി സേവനം ജീവിതമാക്കിയ ശ്രീനിവാസൻ ഇടമന പരിസ്ഥിതി ഉന്നമനത്തിനായി പോരാടിയ ചരിത്രങ്ങൾ അനവധി. തന്റെ സേവനപാതയിൽ ഉറച്ച കാൽവയ്പോടെ മുന്നോട്ടു പോകുന്ന ശ്രീനിവാസൻ ഇടമന സേവാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ഓമനാശ്രീ സ്കൂൾ ടീച്ചറായി ജീവിതം തുടരുന്ന കാലത്തും എഴുതിയ കവിതകളും കഥകളും സാഹിത്യലോകത്ത് മുതൽക്കൂട്ടായി. ഇന്ന് രചനയുടെ ലോകത്തും സിനിമയിലെ തിരക്കഥയുടെ ലോകത്തും സജീവം. എഴുതിയ എല്ലാ കൃതികളും തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടി. എഴുത്തിന്റെ ലോകത്ത് തന്റേതായ പുത്തനാശയങ്ങൾ സൃഷ്ടിക്കുന്ന ഓമനാശ്രീ സാഹിത്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. അരവിന്ദാക്ഷൻ തായമഠം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് അക്കൗണ്ട് ഓഫീസറായി വിരമിച്ച സാമൂഹ്യബോധമുള്ള എഴുത്തുകാരൻ. സിനിമാ തിരക്കഥയിലും ഷോർട്ട് ഫിലിം രംഗത്തും സജീവം. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അരവിന്ദാക്ഷൻ തായമഠം പ്രഭാഷകൻ കൂടിയാണ്. സാമൂഹിക സേവനം തന്റെ എഴുത്തിലൂടെ ശക്തമാക്കുന്ന അരവിന്ദാക്ഷൻ തായമഠം സാഹിത്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. MT അനിത സർക്കാർ അധ്യാപിക. തന്റെ എഴുത്തിലൂടെ സ്വന്തം അനുഭവങ്ങളും സാമൂഹിക ജീവിതത്തിലെ നിസ്സാരമെന്ന് തോന്നുന്ന നിമിഷങ്ങളും ആത്മാർത്ഥതയുടെ ഭാഷയിൽ പകർത്തുന്നു MT അനിത. ലളിതമായ ശൈലിയിലൂടെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ വായനക്കാരന്റെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്ന നിരവധി കവിതാ സമാഹാരങ്ങൾ, ചെറുകഥകൾ മലയാള സാഹിത്യത്തിന് നൽകിപ്പോരുന്ന MT അനിത സാഹിത്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ശ്രീലേഖ R വാക്കുകളെ ഹൃദയത്തിന്റെ താളത്തിൽ കെട്ടിയിണക്കുന്ന രചനാപാഠവുമാണ് ശ്രീലേഖയുടേത്. നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങളിൽ നിന്നാണ് ശ്രീലേഖയുടെ വരികൾ ജനിക്കുന്നത്. സ്നേഹവും വേദനയും സ്വപ്നങ്ങളും ഒന്നുപോലെ മഷിയിൽ ശ്വാസമെടുക്കുന്നു. സത്യസന്ധമായ കവിതകൾ നമുക്ക് നൽകുന്ന ശ്രീലേഖ കാവ്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ഫിലോമിന മാനുവൽ കളരി, യോഗ എന്നീ കർമ്മങ്ങളിലൂടെ പ്രശസ്തയാണ് ഫിലോമിന മാനുവൽ. കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് ശിഷ്യസമ്പത്ത്. വനിതകളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി കർമ്മമണ്ഡലങ്ങൾ. ഫോക്ലോർ അക്കാദമി പുരസ്കാരം ഈ വർഷം നേടിയ ഫിലോമിന മാനുവൽ ശ്രീശക്തി രത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. രജിത S വാദ്യാർ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഉന്നമനത്തിനും സമഗ്ര സേവനം നടത്തുന്ന വ്യക്തിത്വം. ആരോഗ്യമേഖലയിലെ പ്രവർത്തനത്തിനായി ജീവിതം ഉഴിഞ്ഞുവച്ച മഹത് പ്രതിഭ. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് സംഭാവനകൾ നൽകിയ രജിത S വാദ്യാർ സ്ത്രീശക്തി രത്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. കലാഭവൻ പത്മജ സ്വരങ്ങളിലൂടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന ഗായിക. ശ്രോതാക്കളെ ആഴത്തിൽ സ്പർശിക്കുന്ന ശബ്ദത്തിനുടമ.
നാടൻ സംഗീതവും ആധുനിക ഗാനങ്ങളിലെ വൈവിധ്യവും പത്മജയുടെ ഗാനാലാപനത്തിന്റെ ശക്തിയാണ്. ഓരോ വേദിയിലും സംഗീതത്തെ ആത്മാവായി ജീവിപ്പിക്കുന്ന ചലച്ചിത്ര പിന്നണി ഗായിക കലാഭവൻ പത്മജ ഗാനരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ശ്രീജിത്ത് കൃഷ്ണ സ്വരങ്ങളോടൊപ്പം ജീവിക്കുന്ന ഗായകൻ, അനുഭവവും ആത്മാവും ചേർത്ത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന ആലാപന ശൈലി, സംഗീതത്തെ അർപ്പണത്തിൽ ചാലിച്ച ചലച്ചിത്ര പിന്നണി ഗായകൻ കൂടിയാണ് ശ്രീജിത്ത് കൃഷ്ണ. ശ്രീജിത്ത് കൃഷ്ണ ഗാനരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. വസന്ത പഴയന്നൂർ കലയും സംസ്കാരവും ജീവിതമാക്കി 20 വർഷത്തിലേറെയായി കലാരംഗത്ത് ശ്രദ്ധേയയാണ് വസന്ത പഴയന്നൂർ. തെരുവ് പ്രകടനങ്ങളിലൂടെ രോഗികൾക്ക് സഹായം നൽകി സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുതരുന്ന മനുഷ്യസ്നേഹി, നാടൻ പാട്ടുകാരി, ഒപ്പം സിനിമാ സീരിയൽ അഭിനയം, ഗാനരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വസന്ത പഴയന്നൂർ ഗാനരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. രേണുക സന്തോഷ് 25 വർഷം അധ്യാപന ജീവിതം പിന്നിട്ട അധ്യാപിക. തൃപ്പൂണിത്തുറ ശ്രീ വെങ്കടേശ്വര സ്കൂളിൽ 5 വർഷമായി പ്രിൻസിപ്പൽ. അധ്യാപന രംഗത്ത് അറിവിനെ ജീവന്റെ ദീപമാക്കി കുട്ടികളുടെ ഹൃദയത്തിൽ തെളിയിച്ച അധ്യാപിക. പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതമൂല്യങ്ങൾ പഠിപ്പിച്ചൊരു മഹത്തായ ഗുരു. വിദ്യാഭ്യാസ രംഗത്ത് അർപ്പണവും കഠിനാധ്വാനവും കൊണ്ട് മുന്നോട്ടു പോകുന്ന രേണുക സന്തോഷ് വിദ്യാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. രശ്മി കൃഷ്ണൻ ശരീരവും ആത്മാവും ഒരേ താളത്തിൽ ലയിപ്പിച്ച് നാട്യത്തെ ജീവിപ്പിക്കുന്ന കലാകാരി. പരമ്പരാഗത നാട്യശൈലികളെ കാലത്തിനൊത്ത ഭാഷയിൽ അവതരിപ്പിച്ച പ്രതിഭ. വർഷങ്ങളായുള്ള കഠിനാധ്വാനവും ശിഷ്യപരമ്പരകൾക്ക് നൽകുന്ന സമർപ്പണവും ഉൾപ്പെടെ വേദിയിലും ജീവിതത്തിലും നൃത്തത്തെ സ്നേഹിക്കുന്ന നർത്തകി രശ്മി കൃഷ്ണൻ നാട്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ദേവലക്ഷ്മി ജെ ചെറുപ്രായത്തിൽ തന്നെ ക്ലാസിക്കൽ ഡാൻസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് വേദികൾ കീഴടക്കുന്ന ദേവലക്ഷ്മി. സ്കൂൾ ജില്ലാ സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ. നൃത്തത്തിന്റെ അവതരണ ശൈലിയുടെ മികവിൽ ഇന്ന് ചലച്ചിത്ര ലോകത്തെത്തി നിൽക്കുന്ന ദേവലക്ഷ്മി ജെ യുവ നാട്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ആമേയ അനിൽ ഭരതനാട്യ മത്സരത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നടത്തുന്ന ഭാനുസുധ നാട്യപുരസ്കാര മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം. ചെറുപ്രായത്തിൽ തന്നെ സ്കൂൾ യുവജനോത്സവ ജില്ലാ സ്റ്റേറ്റ് മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ. ഇനിയും നൃത്തത്തിന്റെ കാതങ്ങൾ താണ്ടി വിജയം കൈവരിക്കാൻ മുന്നോട്ടു പോകുന്ന അമേയ അനിൽ യുവ നാട്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. കൃഷ്ണ ഉണ്ണികൃഷ്ണൻ നൃത്തരംഗത്ത് ചെറുപ്രായത്തിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച അതുല്യ പ്രതിഭ. സ്കൂൾ ജില്ലാ സ്റ്റേറ്റ് മത്സരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ. ഒട്ടനവധി വേദികളിൽ നൃത്തത്തെ അവിസ്മരണീയമാക്കി ശ്രദ്ധ നേടുന്ന കൃഷ്ണ ഉണ്ണികൃഷ്ണൻ യുവ നാട്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ജോൺ ഐസക് സൂസമ്മ ജോൺ കേരളത്തിന്റെ മണ്ണിൽ നിന്നും USA-യിലേക്ക് ചേക്കേറിയിട്ടും മലയാള കലയുടെ മലയാളത്തിന്റെ മണം മറക്കാത്ത ദമ്പതികൾ. സ്വദേശത്തും വിദേശത്തും ഗാനം അഭിനയം കൊണ്ട് വേദികൾ കീഴടക്കിയ ദമ്പതികൾ. ഇപ്പോൾ സിനിമാ അഭിനയ രംഗത്തും സജീവം. മികച്ച മാതൃദമ്പതികൾ. ജോൺ ഐസക് സൂസമ്മ ജോൺ NRI ഫാമിലി രത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ശരൺ കൃഷ്ണ കലാരംഗത്തെ ഉയർച്ചയുടെ നാളുകളിൽ നമ്മെ പിരിഞ്ഞുപോയ പകരം വയ്ക്കാനാവാത്ത അതുല്യ പ്രതിഭ. ശരൺ കൃഷ്ണ സിനിമ സ്വപ്നം കണ്ട് സിനിമാ ലോകത്തേക്ക് നിരവധി രചനകൾ എഴുതിയ യുവത്വം. നിരവധി ഷോർട്ട് ഫിലിമുകൾക്ക് രചന നിർവഹിച്ചു. നിരവധി പുരസ്കാരങ്ങൾ. പ്രിയ ശരൺ കൃഷ്ണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരൺ കൃഷ്ണയ്ക്ക് വേണ്ടി അമ്മ സോണിയ ശരൺ കൃഷ്ണ കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. വേണു അമ്പലപ്പുഴ ചെറുപ്രായത്തിൽ തന്നെ വേദികളിൽ തന്റെ അഭിനയം തെളിയിച്ച് നാടകത്തെയും സിനിമയെയും സ്നേഹിച്ച കലാകാരൻ. ടെലിവിഷൻ സീരിയലിലും ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും ചെറുതും വലുതുമായ വേഷം. നിരവധി സിനിമകളിൽ സഹനിർമ്മാതാവ്, നടൻ. കലാരംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വേണു അമ്പലപ്പുഴ കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. രത്നകലാ തങ്കം
50 വർഷങ്ങളോളം ആകാശവാണി റേഡിയോ നിലയത്തിലടക്കം റേഡിയോ ജോക്കി, കലാനിലയം നാടക ട്രൂപ്പിൽ മുൻകാല അഭിനേതാവ്, നൃത്തം, ഗാനം, ഒപ്പം നിരവധി സിനിമകളിൽ പ്രധാന വേഷം. മലയാളത്തിലും തുളുവിലും പ്രശസ്തിയായിക്കൊണ്ടിരിക്കുന്ന രത്നകലാതങ്കം കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ഷിബു നിർമാല്യം. കോഴിക്കോട് ഗ്രാമപ്രദേശങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ വേദികളിൽ തന്റെ അഭിനയം തെളിയിച്ച് സിനിമ, ഷോർട്ട് ഫിലിം രംഗത്ത് കടന്നുവന്ന മികച്ച കലാകാരൻ. നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ, നിരവധി സിനിമകളിൽ നിർമ്മാണ പങ്കാളി. ഇതിനോടകം തന്നെ കലാരംഗത്ത് അനവധി പുരസ്കാരങ്ങൾ സ്വീകരിച്ച ഷിബു നിർമാല്യം കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ദിലീപ് കല്ലറ. ചെറുപ്രായത്തിൽ തന്നെ ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ നിന്ന് നാടകത്തെയും സിനിമയെയും സ്നേഹിച്ച കലാകാരൻ. നിരവധി ഷോർട്ട് ഫിലിമുകളിൽ, സിനിമകളിൽ പ്രധാന കഥാപാത്രം. മികച്ച അഭിനേതാവ്. 5ഓളം സിനിമകളിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. സിനിമയോടൊപ്പം ഗാനങ്ങളും ഹാസ്യവും ഉൾപ്പെടുത്തി സ്റ്റേജ് ഷോകൾ സംവിധാനം ചെയ്യുന്ന ദിലീപ് കല്ലറ കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ജോൺസൺ പൊന്നുരുന്നി. ചലച്ചിത്ര സംവിധായകൻ. നിരവധി ചിത്രത്തിന് രചന, നിർമ്മാണം, സംവിധാനം നിർവഹിച്ചു. ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ. ടെലിവിഷൻ രംഗത്തും ചലച്ചിത്ര രംഗത്തും തന്റേതായ പാത തെളിയിച്ച ജോൺസൺ പൊന്നുരുന്നി കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. മനോജ് കെ.എം. മാർച്ച് 31 എന്ന ഒറ്റ ഷോർട്ട് ഫിലിമിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളെ കവർന്ന അഭിനേതാവ്. IT പ്രൊഫഷൻ കൈകാര്യം ചെയ്യുമ്പോഴും ഗാനരംഗത്തും അഭിനയരംഗത്തും തന്റേതായ സാന്നിധ്യം നിലനിർത്തി ഇന്ന് സിനിമാ ലോകത്ത് എത്തിനിൽക്കുന്ന മനോജ് കെ.എം. കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. സാജൻ പൂഴിക്കോൽ. നിരവധി ഡിവോഷണൽ ആൽബങ്ങളിലെ നായക കഥാപാത്രം. ഹ്രസ്വചിത്രങ്ങളിൽ നായകനും പ്രതിനായകനും. സിനിമാ ലോകത്ത് സജീവം. ചെറുപ്രായത്തിൽ തന്നെ കലയോടുള്ള അഭിനിവേശം കൊണ്ട് ഇന്ന് കലാരംഗത്ത് നിരവധി പ്രഗത്ഭ വ്യക്തികളെ എത്തിച്ച അതുല്യ കലാകാരൻ. സാജൻ പൂഴിക്കോൾ കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. അനിൽ നാഗമഠം. സിനിമാ നിർമ്മാതാവ്, നടൻ, ടെലിവിഷൻ രംഗത്തുകൂടി കടന്നുവന്ന് മലയാള, തമിഴ് ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾക്ക് വേഷമിട്ട നടൻ. നാളിതുവരെ നിരവധി പുരസ്കാരങ്ങൾ. അനിൽ നാഗമഠം കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ജെറോ വർഗീസ്. സ്കൂൾ കാലഘട്ടം മുതൽ നാടകരംഗത്ത് സജീവം. കേരള സംസ്ഥാനത്ത് നിരവധി കലാപരിപാടികളുടെ സംഘാടകൻ. ഷോർട്ട് ഫിലിമിലും സിനിമയിലും ചെറുതും വലുതുമായ വേഷം. തനിക്ക് കിട്ടിയ വേഷങ്ങൾക്ക് തന്റേതായ ശൈലി ചേർത്ത് ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ജെറോ വർഗീസ് കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. കെന്നത്ത് ഗോമസ്. നിരവധി ടെലിവിഷൻ സീരിയലിലും ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും ചെറുതും വലുതുമായ വേഷം. 25 വർഷത്തോളം നാടകരംഗത്ത് സജീവം. മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നേറുന്ന കെന്നത്ത് ഗോമസ് കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. സജി എച്ച്. വേമ്പനാട്ട് കായലിൽ കൊച്ചോളങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന സർക്കാർ ബോട്ടിന്റെ ഡ്രൈവർ. തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും നിരവധി നാടക ട്രൂപ്പുകളിൽ സജീവം. നിരവധി ഷോർട്ട് ഫിലിമുകൾ, ആൽബങ്ങൾ, സിനിമകൾ. അഭിനയരംഗത്ത് മികച്ച പ്രകടനം നടത്തുന്ന ഗായകൻ കൂടിയായ സജി എച്ച് കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. അയ്യപ്പാസ് കൈപ്പട്ടൂർ. നാടക ട്രൂപ്പുകളിൽ ഒരു കാലത്ത് ആസ്വാദകരുടെ കയ്യടി നേടിയ ഹാസ്യനടൻ. സിനിമയിലും സീരിയലിലും മികച്ച വേഷങ്ങൾ. ഇപ്പോൾ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രം. കലാരംഗത്ത് ചെറുപ്പം മുതൽ സേവനം നടത്തുന്ന അയ്യപ്പാസ് കൈപ്പട്ടൂർ കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. അനീഷ് തങ്കപ്പൻ. കലയുടെ നാടായ കേരളത്തിന്റെ സൗന്ദര്യം വിളിച്ചോതുന്ന നാടൻ കലകൾ, തുടികൊട്ട്, കാളകളി, മുടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങളിൽ പ്രശസ്തൻ. മികച്ച ഗായകൻ. മുടിയാട്ടത്തിൽ 25 വർഷം പിന്നിട്ട് കഴിഞ്ഞ അനീഷ് തങ്കപ്പൻ കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. EC ജോഷി. ശാരീരിക പരിശീലനത്തിനൊപ്പം ശിഷ്യർക്ക് ശീലങ്ങളും ആത്മനിയന്ത്രണവും പഠിപ്പിച്ച ആചാര്യൻ. കരാട്ടെ കായിക കലയായി മാത്രമല്ല ജീവിതശൈലിയായി പകർന്നു നൽകിയ ഗുരു.
കരാട്ടെ മേഖലയിൽ വർഷങ്ങളായുള്ള സമർപ്പണം, ആയിരക്കണക്കിന് ശിഷ്യസമ്പത്ത്. തന്റെ പ്രവർത്തന മേഖലയുടെ അംഗീകാരമായി EC ജോഷി ആചാര്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. പീറ്റർ PI കഥകളിലൂടെ, കവിതകളിലൂടെ സമൂഹത്തിന്റെ വേദനകളും സത്യങ്ങളും ആഴത്തിൽ പകർത്തുന്ന സാഹിത്യകാരൻ. നിരവധി ഡിവോഷണൽ ഗാനങ്ങളുടെ രചന, നാടൻ പാട്ടുകളുടെ രചന, ഒപ്പം ലളിതമായ ഭാഷയിൽ ശക്തമായ ചിന്തകൾ ഉണർത്താൻ കഴിയുന്ന കഥകൾ. പീറ്റർ PI സാഹിത്യരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു. ഈ ഒരു അവാർഡ് പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന ഒരുപാട് കലാകാരന്മാരെ ഇവിടെ ആദരിച്ചു. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിതം മുഴുവൻ നമ്മൾ കലാകാരന്മാരെ ആ കലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ചെറുതും വലുതും ആയ എല്ലാ അഭിനന്ദനങ്ങളും ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് വളരെ വലിയ വിലയാണ് നമുക്കൊന്നത്. അത് കലാകാരന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. കലാകാരന്മാരെ നമുക്ക് ഇതുപോലെ ആദരിക്കാൻ സാധിക്കട്ടെ. ആദരിക്കപ്പെട്ടവരെയും ഇവിടുത്തെ എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി നന്ദി. നമുക്ക് വീണ്ടും അടുത്ത വർഷം സമുദ്ര പുരസ്കാരവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.